നമ്മൾ ശ്രീൻ്റെ കല്യാണത്തിൻ്റെ ഷർട്ടും ഒക്കെ നോക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. ട്രൈ ആക്കി നോക്കട്ടെ. അങ്ങനെ കഥ തുടരുന്നത് ഇവിടെ നിന്നാണ് കേട്ടോ. ഞാൻ മാംഗ്ലൂർ എയർപോർട്ടിൽ വന്ന് ഇറങ്ങുമ്പോഴത്തേക്കും എല്ലാവരും എന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ കല്യാണത്തിൻ്റെ ഒരുക്കങ്ങൾ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് കേട്ടോ. അപ്പോൾ ശ്രീൻ്റെ ഡ്രസ്സൊന്നും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വന്നിട്ട് എടുക്കാമെന്നില്ലേ ആ ഒരു ഇതിലായിരുന്നു ഉണ്ടായത്. നമ്മൾ നേരെ വിട്ടത് ജയലക്ഷ്മി മാംഗ്ലൂർക്കാണ്. നമ്മൾ ശ്രീൻ്റെ കല്യാണത്തിൻ്റെ ഷർട്ടും ഒക്കെ നോക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. ട്രൈ ആക്കി നോക്കട്ടെ. ശ്രീ ഉണ്ട് ശ്രീ. നമ്മൾ ഹൽദീൻ്റെ ഡ്രസ്സ് നോക്കുവാണ്. ഇതിന് സൈസ് ഇല്ല. അപ്പോൾ എൻ്റെ വെഡ്ഡിങ് ഡ്രസ്സ് ഓൾറെഡി എടുത്തതുകൊണ്ട് അതിന് മാച്ചാകുന്ന രീതിക്ക് ഇവൻ്റെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ആദ്യം ജയലക്ഷ്മി പോയി. എൻ്റെ മനസ്സിലൊരു ഡ്രസ്സ് ഉണ്ടായിരുന്നു ഇവന്. അതന്നെ കറക്റ്റ് നമ്മൾ ആ ഫ്ലോറിൽ എത്തുമ്പോൾ അവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ട് കണ്ടു ഇഷ്ടപ്പെട്ടു, എടുത്തു. ഗോപാലൻ ഗൈസ്, നമ്മൾ കല്യാണ ഷർട്ട് എടുത്തു. പിന്നെ പിന്നെ സേവ് ദ ഡേറ്റിൻ്റെ എടുത്തു. പിന്നെന്തിയാ നമ്മളെടുത്തേ? അപ്പം നമുക്ക് പറഞ്ഞ പോലെ നമ്മളെ കല്യാണത്തിന് ഇനി അത്രേ ദിവസം ബാക്കിയുള്ളൂ. ഒരു 2 വീക്സ് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് എല്ലാ ഡ്രസ്സും ഇന്ന് തന്നെ പറ്റുമെങ്കിൽ എടുത്താൽ നമുക്ക് ഓരോ ദിവസം ഓരോരോ പ്ലാനിങ് ആയിട്ട് ഉണ്ടായിരുന്നു. ഒട്ടും ഡേറ്റ് ഉണ്ടായിരുന്നില്ല. 2nd വീക്ക് മുതൽ ഓരോരോ പരിപാടീസൊക്കെ തുടങ്ങുന്നതുകൊണ്ട് അതിന് മുന്നേ തീർക്കണമെല്ലാം. അങ്ങനെ ഇന്ന് മാക്സിമം നമ്മൾ എടുത്തു. അതിൽ ഹൽദീൻ്റെ ഡ്രസ്സ് മാത്രമാണ് നമുക്കിന്ന് കിട്ടാതിരുന്നത്. ബാക്കിയെല്ലാം നമ്മൾ ഏകദേശം നമ്മളെ ഡ്രസ്സൊക്കെ വാങ്ങി ഇവിടുന്ന് ഇറങ്ങി. ഇനി ഹൽദീൻ്റെ ഡ്രസ്സ് മാത്രം കിട്ടാനുണ്ട്, ബാക്കിയെല്ലാം ആയി. അങ്ങനെ ഇന്ന് ഇവൻ്റെ ഡ്രസ്സ് മൊത്തം എടുത്തു. അതായിരുന്നു പിന്നെ ആകെ ഉണ്ടായൊരു ടെൻഷൻ. ഇവൻ്റെ ഡ്രസ്സ് ഇതുവരെ കിട്ടിയിട്ടില്ല. എൻ്റെ സാരിയൊക്കെ ഉണ്ട്. ഇനി എനിക്ക് സാരീൻ്റെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാനുണ്ട്. അങ്ങനെ ഓരോരോ പരിപാടികളൊക്കെ ഇനി പെൻഡിങ് ആണ്. ഇപ്പോൾ ഫസ്റ്റ് ഡേ ഇത് നമ്മുടെ മിഷൻ സക്സസ് ആയി. അങ്ങനെ പിന്നെ ഇവരെൻ്റെ 2nd സാരീൻ്റെ ബ്ലൗസ് കാസർഗോഡ് സോഫ്റ്റ് ടച്ചിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് എൻ്റെ 2nd സാരി. അതായത് ഇവരെനിക്ക് തരുന്ന സാരീൻ്റെ ബ്ലൗസാണിത്. അപ്പം ഇത് ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്തത് എങ്ങനെയുണ്ട്, ഓക്കെ ആണോ നോക്കാൻ വേണ്ടിയിട്ട് ഇട്ട് നോക്കാൻ പോയതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ 2nd സാരി വന്നിട്ട്. ഇവരെനിക്ക് എടുത്തുന്ന സാരിയാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. നമ്മൾ വീഡിയോ കോൾ ചെയ്ത് കാണിക്കുന്ന സമയത്ത് ഉണ്ടായ കളറേ അല്ല, നേരിട്ട് ആ സാരി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി എൻ്റെ 2nd സാരി. അപ്പോൾ അതായിരുന്നു എൻ്റെ 2nd സാരി. ഫിറ്റിങ്സൊക്കെ കറക്റ്റായിരുന്നു. അങ്ങനെ നമ്മളിപ്പോൾ തിരിച്ച് വീട്ടിൽ പോവാന്ന്. ഇന്നത്തെ നമ്മുടെ ടു ഡു ലിസ്റ്റ്. ഇന്ന് നമ്മൾക്ക് കുറച്ച് പരിപാടീസ് എല്ലാം ഉണ്ടായതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോവാണ്. ഇപ്പോൾ നോക്കട്ടെ ശ്രീ അഞ്ജന വെഡ്സ് ശ്രീഹരി ഇല്ല. ഹായ് ഗൈസ്, അപ്പം ഞാൻ എൻ്റെ വീട്ടിലേക്ക് എത്തി. ഇപ്പം സമയം 7 മണി. ഫുള്ള് ഇന്നത്തെ ദിവസം ഫുള്ള് കുറേ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് രാവിലെ 11-11:15 ഞാനിപ്പോഴാണ് തിരിച്ച് വീട്ടിലെത്തുന്നത്. അപ്പോൾ ഇനി വരും വ്ളോഗുകളിൽ എൻ്റെ വെഡ്ഡിങ് സീരീസും വെഡ്ഡിങ്ങുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളായിരിക്കും പറയുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഈ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യുകയാണ്. അപ്പം ഈ വ്ളോഗ് ഫുള്ള് കണ്ടവർ എന്തായാലും എൻ്റെ നെക്സ്റ്റ് വീഡിയോസും എല്ലാം കാണുക. ഞാൻ ഓരോന്നായിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. സമയം കിട്ടുന്ന പോലെ ആയിരിക്കും, അറിയാമല്ലോ. ഇപ്പോൾ കല്യാണമെല്ലാം ആകുന്ന സമയത്ത് അതിൻ്റേതായിട്ടുള്ള തിരക്കും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും. ഗൈസ്, നമ്മൾ കാസർഗോഡേക്ക് ഇറങ്ങിയതാണ്. ഞാനുണ്ട്, അമ്മയുണ്ട്, അമ്മമ്മയുണ്ട്, അച്ഛനുണ്ട്. നമ്മൾ സാരി ജസ്റ്റ് നോക്കാൻ വേണ്ടി വന്നതാണ്. സഹസ്ര സിൽക്ക് സാരീസ് നോക്കൂ ഗൈസ്.
നല്ല ഭംഗിയില്ല കാണാൻ നോക്ക്. സോ ഇത് വേറൊരു ദിവസത്തെ വ്ളോഗാണ്. ഇത് ഡ്രസ്സ് എടുക്കുന്നതൊക്കെ ഒരു സീരീസ് ആയിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൻ്റെ ഒപ്പരം മേർജ് ചെയ്തത്. അപ്പോൾ ഇതാണ് എൻ്റെ അമ്മ കല്യാണത്തിനെടുത്ത സാരി, അതാണ് എൻ്റെ അമ്മേൻ്റെ സാരി. ഇനിയിപ്പോൾ അമ്മമ്മേൻ്റെ സാരി നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുണ്ടായത്. പക്ഷേ അമ്മമ്മ ഇവിടുന്ന് വാങ്ങിച്ചിട്ട് എല്ലാം എടുത്തിട്ട്, പക്ഷേ അമ്മ ഈ സാരി ആയിരുന്നില്ല ഉടുത്തത്, വേറെ സാരിയാണ് അമ്മമ്മ ഉടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് എൻ്റെ സേവ് ദ ഡേറ്റിൻ്റെ സാരിയും ഒക്കെ ഇവിടെ നിന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ സേവ് ദ ഡേറ്റിൻ്റെ സാരി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് നല്ലൊരു സാരി ആയിരുന്നു. ഒരു എന്താ പറയുക, സൺലൈറ്റിലേക്ക് വരുന്ന സമയത്ത് വേറൊരു കളറായിട്ട് വരുന്ന സാരി ആയിരുന്നു അത്. പിന്നെ അപ്പോൾ അങ്ങനെ കുറച്ച് സാരീസൊക്കെ നമ്മൾ ഇവിടെ നിന്നാണ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാ സ്ഥലത്തുനിന്നും എല്ലാ സാരിയും കിട്ടാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഓരോരോ നല്ല നല്ല സ്ഥലത്ത് പോയിട്ടാണ് നമ്മൾ സാരീസ് എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇവിടുന്ന് നമ്മൾ കുറച്ച് പർച്ചേസ് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടുന്ന് ഇറങ്ങുവാണ്. അപ്പം ഇവിടുന്ന് കുറച്ച് സാരീസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിലൊന്ന് എൻ്റെ സേവ് ദ ഡേറ്റിൻ്റെ സാരിയും പിന്നെ അമ്മേൻ്റെ സാരി എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കറൻ്റ്ലി അമ്മമ്മക്കും സാരി എടുത്തു. പിന്നെ അമ്മേൻ്റെ സിസ്റ്റേഴ്സും അങ്ങനെ കുറച്ച് ആൾക്കാർക്കൊക്കെ ഇവിടെ നിന്നായിരുന്നു സാരീസ് എടുത്തിട്ടുണ്ടായിരുന്നത്. സോ നമ്മളിവിടുന്ന് സാരീസൊക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇനി ബ്ലൗസും കാര്യങ്ങളൊക്കെ ഇനി റെഡിയാക്കണം. അപ്പോൾ നമ്മൾ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കാസർഗോഡ് സോഫ്റ്റ് ടച്ചിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ സേവ് ദ ഡേറ്റിന് കൊടുത്ത സാരി. അപ്പോൾ എൻ്റെ ബ്ലൗസ് വാങ്ങാൻ പോകുന്നതും ബ്ലൗസ് സ്റ്റിച്ചാക്കാൻ പോകുന്നതിൻ്റെയൊക്കെ ഞാൻ വേറൊരു വ്ളോഗായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അത് വേറെ സ്ഥലത്താണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ.